ഇന്ന് കുറെ തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തന്റെ ഔറത്ത് കാണുന്നത് മോശമല്ലാത്തൊരു കാലമാണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യഭാഗം മാത്രമല്ല, ഒരുത്തന്റെ തുടഭാഗം പുരുഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഹറാമാണ്. കേവലം ഗുഹ്യഭാഗം മാത്രമല്ല, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള മറ്റു സ്ഥലങ്ങളും നീ യാത്രയ്ക്കുള്ള എളുപ്പത്തിന് വേണ്ടി നാണമില്ലാത്തവനെ പോലെ ഇന്ന് കുറെ പാൻസും ഷർട്ടും ബർമുടയും കുർമുടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതാ രാവിലെ നടക്കാനൊരു പാൻസ്, ഉച്ചയ്ക്ക് കളിക്കാനൊരു നിക്കറ്. ഇതുപോലെ നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാര് അതാ താമസിക്കുന്ന ക്യാമ്പുകളിലേക്ക് ചെല്ലാൻ വയ്യ. കാരണം എന്താ? ബനിയൻ ഡ്രസ്സുകൾ വ്യാപകമായിട്ട് അവന്റെ ശരീരത്തിന്റെ ഘടനയും വണ്ണവും തിണ്ണവും എല്ലാം എടുത്തു കാണിക്കുന്ന ഷർട്ടുകളും പാൻസുകളും ധരിക്കുന്ന ആളുകളുണ്ട്. അത്തരം വസ്ത്രധാരണത്തിലൂടെ നിന്റെ നാണമല്ലേ മോനെ നഷ്ടപ്പെടുന്നത്? ഒരാളുടെ മുമ്പിൽ അതിട്ടുകൊണ്ട് മാന്യതയുള്ളവന് നിൽക്കാൻ പറ്റാത്ത വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, സുജൂദിലേക്ക് പോകുമ്പോഴും മറ്റും പല ഭാഗങ്ങളും തുറന്നിടുന്ന പാൻസ് ധരിക്കുന്ന യുവാവേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈമാനിന്റെ ഭാഗമാണ് അൽ ഹയാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം ബൈഹഖി അവിടുന്ന് ഉദ്ധരിക്കുകയാണ്, ലഅനല്ലാഹു നാളിറ വൽ മൻദൂറ ഇലൈഹി. ഔറത്തിലേക്ക് നോക്കുന്നവനും ഔറത്ത് കാണിക്കുന്നവനും അല്ലാഹുവിന്റെ ശാപം ലഭിക്കുന്നവനാണ്. ഇന്നൊന്നും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത കാലമാണ്. ലോങ് ട്രെയിൻ ആണെങ്കിൽ വല്ലാത്ത കഷ്ടം തന്നെ. പണ്ട് നമ്മുടെ പോലീസുകാരെ സമരം ചെയ്ത് കുട്ടി നിക്കർ ഒഴിവാക്കി. ഇപ്പോൾ ആളുകളെല്ലാം പരിഷ്കാരത്തിന്റെ ഭാഗമായി അവരുടെ മുട്ടിന് മുകളിലുള്ള പല ഭാഗങ്ങളും തുറന്നിട്ടുകൊണ്ടുള്ള വസ്ത്രം നമ്മുടെ ഒക്കെ വീടുകളിൽ. ഗൾഫുകാരവരുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ബനിയൻ ഡ്രസ്സുകളുടെ കോലം. അതിൽ കോളേജിനെ സഹായിക്കുന്നവർക്ക് ചിലപ്പോൾ എന്റെ വഴുത് കേൾക്കുന്നുണ്ടാവും. ബേജാറൊന്നുമില്ല, കാരണം അല്ലാഹുവിന്റെ ദീൻ അവർ പഠിക്കണമല്ലോ. അപ്പോൾ എല്ലാ പരിഷ്കാരത്തെയും അതിന്റെ ഗുണവും നഷ്ടവും ഒന്നും ചിന്തിക്കാതെ തലയിൽ കയറ്റുന്ന ആളുകൾ മാന്യമായ വസ്ത്രം വാങ്ങി മാന്യമായി ധരിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനൊരിക്കൽ എറണാകുളത്ത് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ പള്ളിയിൽ കയറിയപ്പോൾ രാവിലെ തന്നെ കുട്ടികൾ മദ്രസയിലേക്ക് വരുന്നുണ്ട്. അതിൽ കുറെ കുട്ടികളുണ്ട്, ചെറിയ മക്കള്, സ്കൂളിലും മദ്രസയിലും പഠിക്കുന്ന കുട്ടികൾ. അതാ മുട്ടുവരെയുള്ള നിക്കറും അവിടം വരെ എത്താത്ത നിക്കറും ഒക്കെ ഇട്ടു മദ്രസയിൽ. ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനെ മദ്രസയിൽ വരില്ലല്ലോ എന്ന്. ആ കുട്ടിയോട് അങ്ങനല്ലേ പറയാൻ പറ്റൂ? കുട്ടിയോട് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചു കൊടുത്തു. മോനെ, അതുകൊണ്ട് നാളെ മുതൽ ഉപ്പാനോട് പറയണം, ഉമ്മാനോട് പറയണം, ഇതിട്ടുകൊണ്ട് മദ്രസയിൽ വന്നുകൂടാ എന്ന് പറയണം. എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ അതുപോലും നിസാരമായി കാണുന്ന കാലമാണ്. പല സ്ഥലങ്ങളിലും സുബഹിക്ക് ചെല്ലുമ്പോൾ ഏതെല്ലാം കോലത്തിലിട്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളെ എന്റെ ശബ്ദം കേൾക്കുന്നവർ UAE-യിലും മറ്റുമൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരോ ചെയ്യുന്നവരോ ഉണ്ടാകാം. പറയട്ടെ, മാന്യമായ വസ്ത്രം ധരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ. നിനക്ക് ഹയാ ഇല്ലെങ്കിൽ എന്താ മോനെ ചെയ്തുകൂടാത്തത്? എല്ലാം നിനക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലഅനല്ലാഹു നാളിറ വൽ മൻദൂറ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്നു, ലാ തുബ്രിസ് ഫഖിദക. നിന്റെ തുടഭാഗം നീ വെളിവാക്കാൻ പാടില്ല. വലാ തൻദുറന്ന ഇലാ ഫഖിദി ഹയ്യിൻ വലാ മയ്യിത്തിൻ. ജീവിച്ചിരിക്കുന്നവരുടെയോ മരണപ്പെട്ടവരുടെയോ തുടഭാഗം നീ കാണാൻ പാടില്ല. പുരുഷന്റെ ഔറത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അതെടുത്തു പറയുന്നത്. സ്ത്രീക്ക് ശരീരം മുഴുവനും ഔറത്ത് തന്നെ.